ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാടായ കൂർഗിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഇരുട്ടിയെല്ലാം എത്താനായി. 6 മണി 7 മണി ആ സമയമാണ്. പിന്നെ പോകുന്ന വഴിക്കുള്ള ചെറിയ രീതിയിലുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഏകദേശം നമ്മളെ കൂട്ടുപാലം എത്താനായി കേട്ടോ. പിന്നെ ഇവിടെ 2-3 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം അതെല്ലാം കടന്നിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇത് ആഞ്ഞില മരമാണേ. നല്ല രീതിയിൽ അതിന് ആഞ്ഞില കാഴ്ച എടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ നമ്മളെ നാട്ടിൽ ആഞ്ഞിലൊന്നും ഇപ്പം കാണാറേ ഇല്ല. നമ്മൾ ചുരം കയറി ഇങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ആനിമൽ ക്രോസിംഗ് എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഒന്നിനെയും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടാ ഇത്രയും സമയമായിട്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായി പോയോ എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ ആകെ കണ്ടത് ഇവരെ മാത്രം കണ്ടത്, ഈ ഫാമിലി, കുരങ്ങൻ ഫാമിലി. പിന്നെ നാട്ടിലെ ചന്തയ്ക്ക് പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കിട്ടും. അപ്പോൾ അത് ചെറിയ രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ കൂർഗ് വന്നെത്തി കേട്ടോ. നമ്മൾ കേരളയും കർണാടക അതിർത്തിയാണ്. പിന്നെ ഇവിടെ നമ്മൾ അതിർത്തിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പിന്നെ ആ സമയത്ത് ചെറുതായിട്ട് മോളുടെ വീഡിയോ എടുത്തു. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമാണ്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചുട്ടു പൊള്ളുന്നുണ്ടാവും. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. പിന്നെ വിരഷ്പേട്ട അയ്യപ്പ ടെമ്പിളിൽ പോവാന്ന് വിചാരിച്ചു. അവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. പക്ഷേ ഇത്രയും മുകളിൽ നമ്മൾ കയറി വന്നിട്ടും നമുക്ക് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലേ. അപ്പം അത്രയ്ക്ക് മാത്രം തണുപ്പാണ്. ഇതാണ് വിരാജ്പേട്ട ടൗണ്. ഇനി കുറച്ച് കൂടി കയറിയാൽ നമ്മൾ അയ്യപ്പ ടെമ്പിൾ എത്തി. പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂടി ഇതേ രീതിയിൽ തന്നെ കുത്തനെയുള്ള കയറ്റം കയറിയാൽ നമ്മൾ ശിവക്ഷേത്രം എത്തും കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ തന്നെ അന്നദാനെല്ലാം നടത്തും. ഉച്ചയ്ക്കും രാത്രിയും എല്ലാം അന്നദാനം ഉണ്ടാവേ. അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ ടോപ്പ് നിലയിൽ എത്തിയിട്ടാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് വിരാജ്പേട്ട ടൗണ് മുഴുവൻ കാണാം. കണ്ടില്ല, അത് വിരാജ്പേട്ട ടൗണ് മുഴുവനാണ്. നമ്മൾ വന്ന വഴിയെല്ലാം കാണുന്നുണ്ടാവും. അതാണ് ഏട്ടാ സൂം ചെയ്തപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വന്ന വഴിയാണ്. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.